നമസ്കാരം. തമിഴ്നാട്ടിലെ ബി.ജെ.പി പിളർപ്പിലേക്കോ വലിയ ചോദ്യചിഹ്നമാണ് എല്ലാവരുടെയും മുമ്പിൽ കാത്തിരിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും പുതുതായി പെട്ടെന്ന് രൂപീകരിച്ച വെറും 3 വർഷത്തെ പഴക്കം മാത്രമുള്ള ഒരു പാർട്ടിയായിരുന്നു ടി.വി.കെ. തമിഴ് വെട്രി കഴകം എന്നുള്ളൊരു പാർട്ടിയും. അതേപോലെ തന്നെ പെട്ടെന്ന് രൂപീകരിച്ച മറ്റൊരു പാർട്ടിയായിരുന്നു ഡൽഹിയിലെ ആം ആദ്മി. 2013 അന്ന ഹസാരെയുടെ ഇന്ത്യ അഗൈൻസ്റ്റ് ടു കറപ്ഷൻ മൂവ്മെന്റിലൂടെ വന്ന് പെട്ടെന്ന് രൂപീകരിച്ച ഒരു പാർട്ടിയായിരുന്നു ഈ പറയപ്പെട്ട പോലെ ആം ആദ്മി. അപ്പം അതേപോലെ വന്ന മറ്റൊരു പാർട്ടിയായിരുന്നു ഈ തമിഴ്നാട്ടിലെ ടി.വി.കെ. ഇപ്പം ഏറ്റവും പുതുതായിട്ട് തമിഴ് രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയെ പിളർത്തിക്കൊണ്ട് അണ്ണാമലയെ രജനീകാന്തിനെ കൂട്ടുപിടിച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കളമൊരുക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ലോക്സഭാ ഇലക്ഷനിൽ കഴിഞ്ഞ 2024 ലോക്സഭാ ഇലക്ഷനിലും അതേപോലെ തന്നെ നടന്ന ഈ ഇപ്പം അടുത്ത് നടന്ന തമിഴ്നാട് നിയമസഭാ ഇലക്ഷനിലും വലിയ ഊഹാമോഹങ്ങൾക്ക് വഴിവെച്ച വലിയൊരു സംഭവമായിരുന്നു ഈ രജനീകാന്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം. എനിക്ക് തോന്നുന്നു 2024 ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇതായിരുന്നു. തമിഴ്നാട്ടിൽ രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ളത് വലിയ തരത്തിൽ ബി.ജെ.പി നേതാക്കന്മാരായിട്ട് ചർച്ചയിലോട്ട് പോകുന്ന പല കാര്യങ്ങളും ഇപ്പോഴും തമിഴ്നാട്ടിൽ രജനീകാന്ത് ഈ പറഞ്ഞ പോലെ പരസ്യമായിട്ടല്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു എന്താ പറയുക അന്തർധാര എന്നുള്ള രീതിയിൽ പല പല ബി.ജെ.പി നേതാക്കന്മാരായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് രജനീകാന്ത്. അതേപോലെ തന്നെയാണ് അണ്ണാമലൈ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാരണം ബി.ജെ.പിയുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലിട്ട് ബി.ജെ.പിയെ വളർത്തിയ ഒരു നേതാവ് ആരാന്ന് ചോദിച്ചാൽ അതിൽ അർത്ഥശങ്കകൾക്ക് ഇടയില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ. അത് ഈ പറഞ്ഞ പോലെ കെ അണ്ണാമലൈ എന്നുള്ള ഒരൊറ്റ ഉത്തരം മാത്രമാണ് അതിനുള്ളത്. അപ്പം ഇത്തരത്തിൽ ബി.ജെ.പിയെ നന്നായിട്ട് വളർത്തി കൊണ്ടുവന്ന ഒരു നേതാവാണ് ഈ അണ്ണാമലൈ എന്ന് പറഞ്ഞ നേതാവ്. നമുക്കറിയാം 2020 അണ്ണാമലൈ ബി.ജെ.പിയിലോട്ട് ചേരുന്നത്. ഒരു സിവിൽ സർവീസ് കേഡർ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. 2020 ബി.ജെ.പിയിലോട്ട് ചേരുമ്പം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ബി.ജെ.പി ഇത്തരത്തിൽ വലിയൊരു മുന്നേറ്റം നേടും എന്നുള്ളത്. പിന്നീട് ഈ പറഞ്ഞ പോലെ ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ അധ്യക്ഷനായി അണ്ണാമലൈ വരുന്നു. മുന്നണിയിൽ AIDMKയെ ഉൾപ്പെടുത്തുന്നു ബി.ജെ.പി. NDA മുന്നണിയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ബി.ജെ.പിയും AIDMKയും ഒരുമിച്ച് വരുന്നു. പിന്നീട് അങ്ങോട്ട് അണ്ണാമലൈ പലതരത്തിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായി പോരാടുന്നു. ഒരേ മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടികളാണ്, ഒരേ ഐഡിയോളജി. ഇപ്പം നമുക്കറിയാം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ്രവീഡിയൻ ഐഡിയോളജി അല്ലെങ്കിൽ ദ്രവീഡിയൻ കൾച്ചർ വെച്ചുങ്ങാണ്ട് മുമ്പോട്ട് പോകുന്ന പാർട്ടികളാണ് DMK ആയാലും AIDMK ആയാലും. അപ്പം അത്തരത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയത്തിൽ തികച്ചും വ്യത്യസ്തമായി സ്വന്തം മുന്നണിയിലെ AIDMKയെ കുറ്റം പറയുന്ന തരത്തിലോട്ട് അണ്ണാമലൈ പോകുന്ന പല സമ്പ്രദായം നമ്മൾ കണ്ടു. അതിൻ്റെ ഇടയിൽ വലിയ വലിയ പിളർപ്പിലോട്ട് പാർട്ടി പോകുന്നു. രണ്ടുപേരും ഒരേ NDA എന്ന് പറഞ്ഞൊരു മുന്നണിയുടെ ഭാഗമാണെന്നുണ്ടെങ്കിൽ പോലും വലിയ തരത്തിലോട്ടുള്ള പ്രശ്നങ്ങൾ പോകുന്നു. അപ്പം വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോകുന്നു. അതിനിടയിലാണ് പിന്നീട് നയനാർ രാഗേന്ദ്രനെ ഈ പറഞ്ഞ പോലെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷത്തിൽ നിന്ന് മാറ്റി അണ്ണാമലൈ മാറ്റി നയനാർ രാഗേന്ദ്രനെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനാകുന്നു. അതിനുശേഷം അണ്ണാമലൈ പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും ബി.ജെ.പിക്കെതിരെ ചെറിയ ചെറിയ കാര്യങ്ങൾ രംഗത്തോട്ട് വരുന്നു. അതിൽ പെട്ടെന്ന് പിന്നീട് നിശബ്ദത പാലിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇലക്ഷനിൽ പോലും അണ്ണാമലൈ ക്യാമ്പയിനിങ്ങിൽ ബി.ജെ.പിക്ക് വേണ്ടി ഇറങ്ങിയിരുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇനി ഞാൻ ഒരു ക്യാമ്പയിനിങ്ങിന് വേണ്ടി ഇറങ്ങുന്നില്ല എന്ന് ആദ്യം പറയുന്നു. പിന്നീട് ബി.ജെ.പിയുടെ പല നേതാക്കന്മാരും ഇടപെട്ടതോടുകൂടി ചില മണ്ഡലങ്ങളിൽ അണ്ണാമലൈ നേരിട്ട് പ്രകടനത്തിന് അല്ലെങ്കിൽ പ്രചരണത്തിന് വേണ്ടി ബി.ജെ.പിക്ക് വേണ്ടി ഇറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടത്. നമുക്കറിയാം സ്റ്റാലിൻ പദവിയിൽ നിന്ന് പോവാണ്ട് താനിനി ചെരുപ്പിട്ട് നടക്കില്ല എന്ന് ശപഥം ചെയ്ത ഒരു നേതാവ് കൂടിയാണ് ഈ അണ്ണാമലൈ എന്ന് പറഞ്ഞാൽ. അത്തരത്തിൽ ബി.ജെ.പി എല്ലാ തലത്തിലും നമുക്കറിയാം ബി.ജെ.പി എക്കാലത്തും കണ്ണുവെച്ച ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബംഗാൾ, അതേപോലെ തമിഴ്നാട്, അതേപോലെ ഒഡീസ. ഈ 3 സംസ്ഥാനങ്ങൾ ഏറ്റവും പിന്നെ നവീൻ പട്നായിക്കിൻ്റെ സംസ്ഥാനം, അങ്ങനെ പല സംസ്ഥാനങ്ങൾ വെച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം ശെങ്കോലും കിരീടം അടക്കം പാർലമെന്റിൽ കൊണ്ടുപോയി ബി.ജെ.പി വെക്കുന്നതടക്കം ഇത്തരത്തിൽ തമിഴ് രാഷ്ട്രീയത്തിൽ എങ്ങനെയെങ്കിലും നമുക്കറിയാം 39ഓളം സീറ്റുകളുള്ള ഒരു മണ്ഡലമാണ് തമിഴ്നാട്. ഈ പറഞ്ഞ പോലെ അത് ലോക്സഭയിലോട്ട് വരുമ്പോൾ ഇത്രത്തോളം ജനപ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലം, ഒരു സംസ്ഥാനമായതുകൊണ്ട് തമിഴ്നാട് എന്നും ബി.ജെ.പിക്ക് ഒരു മോഹം തന്നെയുള്ളതാണ്. അപ്പം അത്തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് ഏകദേശം 14% വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുണ്ടാക്കി കൊടുത്ത ഒരു നേതാവാണ് അണ്ണാമലൈ എന്ന് പറഞ്ഞ നേതാവ്. പിന്നീട് നയനാർ രാഗേന്ദ്രൻ വന്നതിന് ശേഷം ഈ 2026 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വോട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ വെറും 2% ആ 14% നിന്ന് ബി.ജെ.പിയെ കൂപ്പ് കുത്തിച്ച്
2% എത്തിച്ചത് ഈ പറഞ്ഞ പോലെ ഇപ്പം നിലവിലുള്ള BJP-യുടെ അംഗങ്ങളാണ്. അപ്പോൾ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം BJP-യെ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവ് അണ്ണാമലൈ തന്നെയാണ്. അത് പല വിഷയങ്ങളിലും ഈവൻ AIDMK-യുമായി ബന്ധപ്പെട്ടും ജയലളിതയുമായി ബന്ധപ്പെട്ടും ജയലളിതയെ പരസ്യമായി കുറ്റം പറയുന്ന തലത്തിലോട്ട് പോലും അണ്ണാമലൈ പോയിരുന്നു. എന്നിരുന്നാൽ പോലും BJP-യുടെ വോട്ട് ഷെയർ തമിഴ്നാട്ടിൽ വർദ്ധിപ്പിക്കാൻ അണ്ണാമലൈക്ക് പറ്റി, പ്രത്യേകിച്ച് കോയമ്പത്തൂരിൻ്റെ പല ഭാഗങ്ങളിലും. ഇപ്പം ഇന്നലെ അടക്കം അണ്ണാമലൈ നിശബ്ദത പാലിച്ചപ്പം അണ്ണാമലൈക്ക് വേണ്ടി കണ്ട് പുതിയ ഫ്ലെക്സുകൾ അവിടെ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം ഇത്തരത്തിൽ കൃത്യമായി രാഷ്ട്രീയ വേരോട്ടം അടിത്തട്ടിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു നേതാവ് തന്നെയാണ് അണ്ണാമലൈ. അപ്പം ആ വിഷയത്തിൽ ആർക്കും യാതൊരുവിധ തർക്കവുമില്ല. അതിനിടയിലാണ് ഇപ്പം ഇത്തരത്തിലുള്ള അണ്ണാമലൈ പുതിയ പാർട്ടിയുമായി മുമ്പോട്ട് പോകുന്നു എന്നുള്ള ഒരു സംഭവം പുറത്തോട്ട് വരുന്നത്. അറിയില്ല എത്രത്തോളം ഇത് നടക്കും എന്നുള്ളത്. കാരണം രജനീകാന്തിനെ കൂട്ടുപിടിച്ച് പുതിയൊരു TVK അല്ലെങ്കിൽ വിജയ്ക്ക് ബദലായി മറ്റൊരു പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുവരാം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ നിലവിൽ അണ്ണാമലൈ മുമ്പോട്ട് വെക്കുന്നത്. അറിയില്ല ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആവുന്നുള്ളത്. നമുക്കറിയാം പല കമലഹാസന്റെ മക്കൾ നീതിമയ്യം, അതേപോലെ തന്നെ പല പല പാർട്ടികൾ വരുന്നു, അതെല്ലാം തളർന്നു പോകുന്നതാണ് കണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇളയ ദളപതി എന്നുള്ള ഒരു ലേബലിലും ഒരു ബേസിലും മാത്രമാണ് വിജയ് അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് വെച്ചിട്ടും ഒരു ഫിലിം റോക്ക് സ്റ്റാർ എന്നുള്ള ഒരു ഇമേജ് വെച്ചിട്ടും മുമ്പോട്ട് കയറി വന്നതും 107 സീറ്റുകൾ നേടിയതല്ല. ഇതിനിടയിലാണ് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങൾ BJP-ക്ക് വേണ്ടി എല്ലാ കാലത്തും പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്ന നേതാവ് കൂടിയാണ് അണ്ണാമലൈ. ഇപ്പം ഈ ഇടയായിട്ട് അണ്ണാമലൈ BJP-ക്ക് വേണ്ടി ഒന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല, അടുത്ത 3 മാസങ്ങൾക്കുള്ളിൽ ഒരു സർപ്രൈസ് ഉണ്ടാവും എന്നുള്ളത് ഈ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് അണ്ണാമലൈ പറഞ്ഞത്. അപ്പം ഇത്തരത്തിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിന്ന ഒന്നായിരുന്നു എന്തായിരിക്കും ആ സർപ്രൈസ് എന്നുള്ളത്. അതിലോട്ടാണ് ഇപ്പോൾ ഒരു എന്താ പറയുക കാര്യങ്ങൾ എത്തിച്ചേരുന്നത്, താൻ പുതിയ പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇതിന് മറ്റൊരു വ്യാഖ്യാനം കൂടി പുറത്തോട്ട് വരുന്നുണ്ട് BJP-ക്ക് വേണ്ടി. നമുക്കറിയാം BJP-യുടെ ഹിന്ദുത്വ ഐഡിയോളജി അല്ലെങ്കിൽ എന്താ പറയുക ഈ സവർണ മേധാവിത്വ ഐഡിയോളജി തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യില്ല. കാരണം അവിടെ ദ്രവീഡിയൻ കൾച്ചറാണുള്ളത്. അപ്പം അത്തരത്തിൽ BJP-ക്ക് കയറി വരാൻ മറ്റൊരു മാർഗമില്ല എന്ന് കാണുമ്പോൾ BJP-യുടെ B ടീമായി രജനീകാന്തിനെ കൂട്ടുപിടിച്ച് വർക്ക് ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ് അണ്ണാമലൈ മുമ്പോട്ട് വെക്കുന്നത് എന്നുള്ള തരത്തിലുള്ള പല കാര്യങ്ങളും മുമ്പോട്ട് വരുന്നുണ്ട്. എന്തായാലും യഥാർത്ഥത്തിൽ അണ്ണാമലൈ ലക്ഷ്യം വെക്കുന്നത് BJP-ക്ക് വേണ്ടിയിട്ട് ഒരു B ടീമാണോ, അതല്ല BJP തന്നെ ഒഴിവാക്കിയതിന് പേരിൽ BJP-യിൽ തൻ്റെ യഥാർത്ഥ പവർ എന്താണെന്ന് മറ്റു പാർട്ടി നേതാക്കന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പുതിയ പാർട്ടി രജനീകാന്തിനെ കൂട്ടുപിടിച്ച് ഉണ്ടാക്കുമോ എന്നുള്ളതും, അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിലവിലെ AIDMK എന്ന് പറഞ്ഞ പാർട്ടി പൂർണ്ണമായിട്ടും അവിടുന്ന് ഇല്ലാണ്ടായി പോകുന്നൊരവസ്ഥയിലൂടെ ആ ഒരു ഗ്യാപ്പിലോട്ട് തനിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ അണ്ണാമലൈക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നൊരു പാർട്ടി കൂടിയാണ് TVK. പ്രത്യക്ഷത്തിൽ ജയിക്കുന്നവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഭരണത്തിൽ കയറാം എന്നുള്ളത്. പക്ഷെ പ്രതിപക്ഷത്ത് ഇരിക്കാം എന്നുള്ളൊരു ധാരണ കൂടിയാണ്. പക്ഷേ വലിയ കൊടുങ്കാറ്റടിച്ചു. അപ്പോൾ സ്റ്റാലിൻ വരെ തോറ്റുപോയി എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം ഇത്തരത്തിൽ തനിക്കും കയറാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ അണ്ണാമലൈക്കുണ്ട്. അപ്പം എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം അണ്ണാമലൈയുടെ സിവിൽ സർവീസ് രാഷ്ട്രീയ ചാണക്യ ബുദ്ധി തമിഴ്നാടിൻ്റെ ദ്രാവിഡ മണ്ണിൽ എത്രത്തോളം വിലപ്പോകും എന്നുള്ളതും എത്രത്തോളം ആഴത്തിൽ അത് പതിപ്പിക്കാൻ തന്നെ കൊണ്ട് പറ്റും എന്നുള്ളതും തൻ്റെ ചാട്ടവാറടി കൊണ്ട് BJP-ക്ക് വലിയ തരത്തിൽ വോട്ട് ഷെയർ ഉണ്ടാക്കി 14% വോട്ട് ഷെയർ ഉണ്ടാക്കി കൊടുത്ത സംസ്ഥാനത്ത് താൻ മാറിയതിനു ശേഷം കൂപ്പുകുത്തി 2% ആ പാർട്ടി നിലം പതിച്ചത് പാർട്ടിക്ക് മുമ്പിൽ വെച്ച് കാണിച്ചു കൊടുക്കാൻ അണ്ണാമലൈക്ക് ഇതുകൊണ്ട് പറ്റി. അതുകൊണ്ട് BJP തിരിച്ച് അണ്ണാമലൈ സംസ്ഥാന അധ്യക്ഷനാക്കി എടുക്കുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം. കൂടാതെ ഈ ഒരു നീക്കം BJP-ക്ക് വേണ്ടി B ടീം ആവുകയാണോ, അതല്ല BJP നടുക്കി പിളർത്തി മറ്റൊരു പാർട്ടി രൂപീകരിക്കാൻ അണ്ണാമലൈ മുമ്പോട്ട് വരികയാണോ എന്നുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.